നിർദോഷം ഹി സമം ബ്രഹ്മ. ദോഷരഹിതമായ ചിത്തത്തിന്റെ സമനില തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ചിത്തം സമനില പ്രാപിച്ചപ്പോൾ ചിത്തം പോയി, പിന്നെ ബാക്കി എന്താണ്? ബ്രഹ്മം. ഇത് നമ്മൾ ശീലിക്കണം. ഈ സമനില ശീലിക്കാതെ നമ്മൾ സഹസ്രമാണ്ടിരിക്കും അല്ലെങ്കിൽ യജ്ഞം നടത്തി, അതൊക്കെ നല്ലത്. ഈ സമനില ശീലിച്ചുകൊണ്ടാണെങ്കിൽ കോഴിപ്പോയി തീർത്ഥയാത്ര നടത്തി സമനില ഉറപ്പ് വരുന്നുണ്ടോ, ദിവസേന കൂടി വരുന്നുണ്ടോ, കാമക്രോധ ലോഭങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ, അതുകൂടെ ശ്രദ്ധിച്ചോളുക. അല്ലെങ്കിൽ ഒന്നും ഉണ്ടെങ്കിൽ ശേഷമില്ല. ഇത് നടത്തുന്നതൊക്കെ വെറും ഭാഗവതം പറയുമ്പോൾ ഒടുവിൽ ക്ഷീണിക്കാൻ മാത്രം. വ്യക്തമായിട്ട് ആദ്യമേ പറയുന്നു, ഭഗവത് ഭക്തി വർദ്ധിച്ചില്ലെങ്കിൽ, ഭക്തി എന്ന് വെച്ചാൽ ഭഗവാനെ പൂർണ്ണമായി കണ്ടെത്താനുള്ള വെമ്പൽ അത് വർദ്ധിച്ചില്ലെങ്കിൽ ആയാസമാത്രം, അവസാനം ക്ഷീണിക്കാൻ മാത്രം കർമ്മം. എന്തൊക്കെ ഉണ്ടാക്കിയാലും ശരി ക്ഷീണം മാത്രം ശേഷിക്കും. അതിന് ചിത്തം മാറിക്കിട്ടണം.